മമ്മൂക്കയെ പോലെയുള്ള ഒരാളുടെ കൂടെ പിഷാരടി കാണുമ്പോൾ അതിന് പല ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പറയാം നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് ഒരാളെ അടുപ്പിക്കുന്ന കൂട്ടത്തിലില്ല, പരിചയമുള്ളിടത്തോളം. അപ്പോൾ പിഷാരടി ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏറ്റവും എന്താ പറയുക എന്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു ആൾ. എനിക്ക് തോന്നുന്നത് എൻ്റെ വരികളല്ല ഇത്, ഞാൻ സുനിൽ പിള്ളയുടെ കണ്ട് പറഞ്ഞു കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വായിക്കുന്നത് ഈ ഐക്യം എന്നുള്ള വാക്കിന് പ്രസക്തി വരുന്നത് വ്യത്യസ്തരായ ആളുകൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ്. ഈ ഒരുപോലുള്ള ആളുകൾ ഒന്നിച്ച് നിൽക്കുന്നിടത്ത് ഐക്യം എന്നൊന്നും പറയേണ്ട കാര്യമില്ല, വളരെ സ്വാഭാവികമായൊരു പ്രോസസ്സാണത് അല്ലേ. നമ്മളൊരു ഐക്യം ഒരു വാക്ക് ഒരിടത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്തരായ ആളുകൾ ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നിടത്താണ്. അതിലെന്ത് സൗന്ദര്യമുള്ള കാര്യമാണ് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റാണ് കോൺഗ്രസ് ആണ് എന്നൊക്കെ പറയുന്നതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുക ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്ന സാഹചര്യമാണ്. അപ്പോൾ അതെനിക്ക് വലിയ മാതൃകയായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ പിഷാരടി MLA ആയി, പിഷാരടിക്ക് ഇനിയിപ്പോൾ പാലക്കാട്ട് സ്ഥിരതാമസമാകേണ്ടി വരും. അത്രയും അടുപ്പമുള്ള അതൊരു മിസ് ചെയ്യുന്നത് ആർക്കായിരിക്കും? മമ്മൂക്കായിരിക്കും പിഷാരടിക്കായിരിക്കും? മമ്മൂക്കയുടെ കാര്യം മമ്മൂക്കയാണ് പറയേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് തിരക്കുകളുണ്ടല്ലോ. ഈ സൗഹൃദത്തിന് എപ്പോഴും ഒന്നിച്ചുണ്ടാകുക എന്ന് പറയുന്ന സ്ഥലമൊന്നുമില്ല. ഞാൻ തന്നെ പണ്ടൊരിടത്ത് പറഞ്ഞ പോലെ എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ബന്ധത്തിന് സൗഹൃദം എന്ന പേര്, സൗഹൃദമൊക്കെ തുളകേട്ട് നടക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്ന ഒരു സംഘം മറ്റൊരു സംഘമാണ്. കലാലയ കാലം തൊട്ടുള്ള സൗഹൃദത്തിൻ്റെ ഒരു സംഘമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അവരൊക്കെ വരും. എനിക്ക് അദ്ദേഹം ഏതൊരു പോയിന്റിൽ മാർജിൻ കുറച്ച് ഇങ്ങോട്ട് നീക്കി വരച്ച് തന്നു എന്തോ കാരണം കൊണ്ട് എന്നുള്ളതേ ഉള്ളൂ. മിസ് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് മിസ് ചെയ്യുമായിരിക്കും, ഞാൻ മിസ് ചെയ്യും.